കുട്ടികളുടെയും വിദ്യാർത്ഥിനികളുടെയും അവിടുത്തെ മറ്റു ആളുകളുടെയും ഒക്കെ ഫോട്ടോ എടുത്ത് ചില ഗ്രൂപ്പിന് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ വിറ്റു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി ചെയ്യുമ്പോൾ ഇതിന്റെ പിറകിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിലൊരു ചിന്ത വന്നത്? ആരാണ് ഇതിന് പ്രചോദനം നൽകുന്നത്? ആരാണ് പണം കൊടുക്കുന്നത്? പോലീസ് ഈ കേസ് നിസ്സാരമായി കണ്ടതാണോ, ഒരു കുട്ടിയുടെ വൈകൃതമായി കണ്ടതാണോ എന്നത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നമസ്കാരം. നമ്മുടെ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ഓരോ ദിവസവും ആശങ്കകൾ ഏറുകയാണ്. അതിനുതകുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം കോഴിക്കോട് പ്രമുഖ കൊമേഴ്സ് പഠന കേന്ദ്രമായ ലക്ഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയായ ആദിത്യദേവ് എന്ന 19 വയസ്സുകാരൻ തന്റെ സ്ഥാപനത്തിൽ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെയും അതുപോലെ തന്നെ അധ്യാപികമാരുടെയും മോശപ്പെട്ട ചിത്രങ്ങൾ എടുക്കുകയും ഇവ ടെലിഗ്രാമിൽ വിൽപ്പനയ്ക്ക് വെക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് ഞെട്ടലോടുകൂടി നാം കേൾക്കേണ്ടത്. ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥിനികൾ പരാതിപ്പെടുകയും പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും എന്നാൽ അന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു എന്നാണ് ഇത് സംബന്ധിച്ച് പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കയിൽ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ പെൺകുട്ടികളുടെ മോശം ചിത്രങ്ങൾ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് നിലവിൽ പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കയിൽ നമ്മളോട് പ്രതികരിക്കുന്നത്. എന്താണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്? നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ സ്ഥാപനമായ വിദ്യാഭ്യാസ സ്ഥാപനമായ ലക്ഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. ആദിത്യദേവ് എന്ന് പറയുന്ന അവിടെ പഠിക്കുന്ന കുട്ടി അവിടുത്തെ കുട്ടികളുടെയും വിദ്യാർത്ഥിനികളുടെയും അവിടുത്തെ മറ്റു ആളുകളുടെയും ഒക്കെ ഫോട്ടോ എടുത്ത് ചില ഗ്രൂപ്പിന് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ വിറ്റു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കസബ സ്റ്റേഷനിൽ, കോഴിക്കോട് ജില്ലയിലെ കസബ സ്റ്റേഷനിൽ പരാതി ഉണ്ടാവുകയും ഇവനെ 16-ാം തീയതി അറസ്റ്റ് ചെയ്യുകയും അവിടെ നിന്ന് തന്നെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇതിലൊരു പ്രധാനപ്പെട്ട നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത്തരം സംവിധാനങ്ങൾ ഈ വിദ്യാർത്ഥി ചെയ്യുമ്പോൾ ഇതിന്റെ പിറകിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിലൊരു ചിന്ത വന്നത്? ആരാണ് ഇതിന് പ്രചോദനം നൽകുന്നത്? ആരാണ് പണം കൊടുക്കുന്നത്? അപ്പം നമുക്ക് സമൂഹത്തിൽ വലിയൊരു വിപത്തായിട്ട് നമ്മളത് കാണണം. പിന്നെ അതുപോലെ തന്നെ ഈ പരാതിക്കാരായ വിദ്യാർത്ഥിനികൾ പരാതി കൊടുത്തിട്ടും 2 ദിവസം കഴിഞ്ഞിട്ടാണ് മാനേജ്മെന്റ് ഈ വിഷയത്തിൽ പരാതി കൊടുക്കുന്നത്. അതും സൈബർ സെല്ലിലാണ് പരാതി കൊടുക്കുന്നത്, സൈബർ സ്റ്റേഷനിലാണ് പരാതി കൊടുക്കുന്നത്. ഇത്രയും വലിയൊരു ക്രിമിനൽ പ്രവൃത്തി ചെയ്തിട്ട് എന്തുകൊണ്ട് ലോക്കൽ സ്റ്റേഷനിൽ അത് ഉത്തരവാദിത്തത്തോടു കൂടി വളരെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഉയർത്തുന്നത്. അതേപോലെ തന്നെ പോലീസ് ഇതിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാനുള്ള ആഗ്രഹം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട DGP അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുത്തതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഫോട്ടോ എടുത്ത് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ഫോട്ടോ എടുത്തതാണെന്ന് നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് കാണാനും പറ്റില്ല, നമുക്ക് കാണാൻ താല്പര്യവുമില്ല. പക്ഷേ അതിനെക്കുറിച്ച് ഒരു ആശങ്ക പൊതുവെ ഉണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളെ അയക്കുമ്പോൾ അവിടുത്തെ കുട്ടികളുടെ സുരക്ഷ നോക്കേണ്ടത് തീർച്ചയായിട്ടും അവിടുത്തെ അധികാരികളാണ്. ഞാൻ അവരോട് നേരിട്ടും അല്ലാതെയും ഈ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ഞങ്ങൾ കൃത്യമായി നടപടി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ദിവസവും ഞങ്ങൾ പ്രത്യേകം പരാതി കമ്മീഷണർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് 3, 4, 5 ദിവസം കഴിഞ്ഞ ശേഷമാണ് മാനേജ്മെന്റ് ഇത്തരത്തിൽ നിലപാടെടുക്കുന്നത്. അതിലാണ് നമുക്ക് ആകെ ഒരു പ്രയാസമായിട്ട് തോന്നുന്നത്. ഇപ്പൊ ഈ പയ്യനെ പിടിച്ചു, പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴും അന്നേ ദിവസം തന്നെ പയ്യന് ജാമ്യം കിട്ടും. അതെ, അന്നേ ദിവസം തന്നെ പയ്യന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഗുരുതരമായ കുറ്റം അത് പോലീസാണ് ശരിക്കും തീരുമാനിച്ച് അത് അന്വേഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. പോലീസ് ഈ കേസ് നിസ്സാരമായി കണ്ടതാണോ, ഒരു കുട്ടിയുടെ വൈകൃതമായി കണ്ടതാണോ എന്നത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു സംഭവം വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതായിരുന്നു എന്നാണ് നമ്മുടെ അഭിപ്രായം. ഈ ആദിത്യ എന്ന് പറഞ്ഞ പയ്യന് എത്ര വയസ്സ് പ്രായം? 19 വയസ്സായി എന്നാണ് ഞാൻ കേട്ടത്, ഞാൻ അന്വേഷണത്തിൽ അറിഞ്ഞത്. ഏതായാലും സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണം എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ഇത്തരത്തിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ പകർത്തുക, അവ ടെലിഗ്രാം പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വിൽപ്പനയ്ക്ക് വെക്കുക എന്നുള്ളത് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്.
നൌഷാദ് പറഞ്ഞതുപോലെ ആരാണ് ഇതൊക്കെ വാങ്ങുന്നത്, ആരാണ് ഇതിനൊക്കെ പണം നൽകുന്നത് മുതലായ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്ത്രീകൾ പൊതുനിരത്തുകളിൽ പോലും സുരക്ഷിതരല്ല എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത്. അതേസമയം ഇത്ര ഗുരുതരമായ ഒരു കുറ്റം ചെയ്തിട്ടും ഈ വ്യക്തിക്ക് എങ്ങനെയാണ് അന്നേ ദിവസം തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ വേണ്ടി സാധിച്ചത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യ അധികൃതരോട് സംസാരിച്ചിരുന്നു. അവർ ഈ വിദ്യാർത്ഥിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. വിദ്യാർത്ഥിയെ നിലവിൽ സ്ഥാപനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്ന് പഠിക്കാൻ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് ലക്ഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധികൃതർ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ സഹോദരിമാരെ അപമാനിക്കുന്ന തരത്തിൽ ഏറ്റവും ക്രൂരമായ നീചമായ കൃത്യം ചെയ്ത ആദിത്യദേവിന് ഉചിതമായ ശിക്ഷ തന്നെ ലഭിക്കണം. അതിനുവേണ്ടി അധികൃതർ ഇടപെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.